കൈക്കൂലി കേസിൽ പ്രതിയാക്കിയ ഇ.ഡി. അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെ ചോദ്യം ചെയ്ത് വിജിലൻസ് എറണാകുളം റേഞ്ച് ഓഫീസിൽ SP എസ് ശശിധരന്റെ നേതൃത്വത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ. വൈകിട്ട് 5 മണിയോടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി. കേസ് രജിസ്റ്റർ ചെയ്ത 2 മാസത്തിന് ശേഷവും ഇ.ഡി. ഉദ്യോഗസ്ഥനെതിരെ വിജിലൻസിന് തെളിവ് കണ്ടെത്താനാകാത്തത് തിരിച്ചടിയായിരുന്നു. കള്ളപ്പണക്കേസ് ഒതുക്കുന്നതിന് കശുവണ്ടി വ്യവസായി അനീഷ് ബാബുവിൽ നിന്ന് ഇ.ഡി. ഏജന്റുമാർ ചമഞ്ഞ സംഘം കൈക്കൂലി ആവശ്യപ്പെട്ട കേസിൽ ശേഖർ കുമാറിനും പങ്കുണ്ടെന്നാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. കേസിൽ അറസ്റ്റിലായ തമ്മനം സ്വദേശി വിൽസന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ തെളിവ് ശേഖരിക്കുന്നതിന് മുമ്പ് തന്നെ ഇ.ഡി. ഉദ്യോഗസ്ഥനെ 1-ാം പ്രതിയാക്കിയിരുന്നു. കേസ് രജിസ്റ്റർ ചെയ്ത് 2 മാസത്തിന് ശേഷവും ശേഖർ കുമാറിനെതിരായ തെളിവുകൾ വിജിലൻസിന് ലഭിച്ചിരുന്നില്ല. ശേഖർ കുമാറിന്റെ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി തുടർ നടപടികളിലേക്ക് കടക്കുമെന്നും തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ടെന്നും വിജിലൻസ് റേഞ്ച് SP എസ് ശശിധരൻ പറഞ്ഞു. ഇപ്പോൾ ഞങ്ങൾ ഇൻവെസ്റ്റിഗേഷൻ ഭാഗമായതുകൊണ്ട് അത് പറയാൻ കഴിയില്ല. ചോദ്യം ചെയ്യട്ടെ. കേസ് ഒതുക്കുന്നതിന് 4 തവണകളായി 50 ലക്ഷം രൂപ വീതം 2 കോടി രൂപയാണ് കള്ളപ്പണക്കേസിൽ പ്രതിയായ കശുവണ്ടി വ്യവസായി അനീഷ് ബാബുവിനോട് കേസിൽ അറസ്റ്റിലായ വിൽസൺ ആവശ്യപ്പെട്ടിരുന്നത്. അനീഷ് കുമാർ നൽകിയ പരാതിയിൽ കൈക്കൂലിപ്പണത്തിൽ 2 ലക്ഷം രൂപ കൈപ്പറ്റുമ്പോഴായിരുന്നു വിൽസൺ അറസ്റ്റിലായത്. എന്നാൽ ശേഖർ കുമാറിനെതിരെ വ്യക്തമായ തെളിവുകൾ ലഭിച്ചിട്ടില്ല. ജനം, കൊച്ചി.